ഈ ക്വസ്റ്റ്യൻ നോക്കാം. എ ഗിവൺ കോയിൻ ഹാസ് മാസ് 3 gram. Calculate the nuclear energy that would be required to separate all neutrons and protons from each other. For simplicity, assume that the coin is entirely made of copper atoms. മനസ്സിലായോ? 3 ഗ്രാമിൻ്റെ ഒരു കോയിൻ ഉണ്ട്. ഓക്കെ, ആ കോയിനിൽ ഫുള്ളും കോപ്പർ ആറ്റംസ് മാത്രമേ ഉള്ളൂ, വേറൊന്നുമില്ല. അപ്പോൾ 3 ഗ്രാം ഉള്ള ഒരു കോപ്പർ ആറ്റംസ് ഉണ്ട്. അതിനകത്തുള്ള എല്ലാ ന്യൂക്ലിയസിലുള്ള പ്രോട്ടോൺസിനെയും ന്യൂട്രോൺസിനെയും സെപ്പറേറ്റ് ചെയ്യണം. അതിനെത്ര എനർജി വേണ്ടി വരും? ഒരു സിംഗിൾ ന്യൂക്ലിയസിനകത്തുള്ള പ്രോട്ടോണും ന്യൂട്രോണും മാത്രമല്ല, ആ 3 ഗ്രാമിലുള്ള എല്ലാ ന്യൂക്ലിയസും, 3 ഗ്രാമിൽ ഒരുപാട് ആറ്റംസ് ഉണ്ടല്ലോ കോപ്പറിൻ്റെ. അപ്പോൾ ഓരോ ന്യൂക്ലിയസിനെയും പ്രോട്ടോണിനെയും ന്യൂട്രോണിനെയും സെപ്പറേറ്റ് ചെയ്യാൻ എത്ര എനർജി വേണം? അപ്പോൾ അതിന് മുമ്പ് നമുക്ക് ആദ്യം തന്നെ ഒരു സിംഗിൾ കോപ്പറിൻ്റെ കാര്യം നോക്കാം. ഒരു സിംഗിൾ കോപ്പർ ആറ്റത്തിനകത്തുള്ള, ഒരു സിംഗിൾ കോപ്പർ ന്യൂക്ലിയസിനകത്തുള്ള പ്രോട്ടോണിനെയും ന്യൂട്രോണിനെയും സെപ്പറേറ്റ് ചെയ്യാൻ എന്ത് എനർജി വേണം? അതാണല്ലോ ബൈൻഡിങ് എനർജി. അപ്പോൾ നമുക്ക് ആദ്യം സിംഗിൾ നോക്കാം, എന്നിട്ട് നമ്മൾ ആകെ എത്ര ന്യൂക്ലിയസ് ഉണ്ടെന്ന് നോക്കും. തൽക്കാലം നമുക്ക് സിംഗിൾ വെച്ച് തുടങ്ങാം. ഫോർ സിംഗിൾ കോപ്പർ ന്യൂക്ലിയസ് 2963. ഇതിനെ പ്രോട്ടോണും ന്യൂട്രോണായിട്ട് സ്പ്ലിറ്റ് ചെയ്യണം എങ്കിൽ എത്ര എനർജി വേണ്ടി വരും? ബൈൻഡിങ് എനർജിയാണ് വേണ്ടത്. ഇതിൻ്റെ ബൈൻഡിങ് എനർജി എത്രയാണോ അത്രയും എനർജി കൊടുത്താൽ മാത്രമേ ഇതിനകത്തുള്ള ന്യൂക്ലിയോൺസിനെ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ഞാൻ സിംഗിൾ കോപ്പർ ന്യൂക്ലിയസിൻ്റെ കാര്യമാണ് പറയുന്നത്. ഇതിൻ്റെ ബൈൻഡിങ് എനർജി ആദ്യം കണ്ടുപിടിക്കാം. ബൈൻഡിങ് എനർജി കാണണമെങ്കിൽ നമുക്കറിയാം മാസ് ഡിഫക്റ്റ് കാണാം. ആദ്യം തന്നെ മാസ് ഡിഫക്റ്റ് പഠിച്ചിട്ടുണ്ട്, ഓർമ്മയുണ്ടല്ലോ. എന്താണ് മാസ് ഡിഫക്റ്റ് കാണാനുള്ള ഫോർമുല? Z ഇൻറ്റു എം പി. ഈ ഫോർമുല ബൈ ഹാർട്ടായിരിക്കണം. A മൈനസ് Z ഇൻറ്റു mn മൈനസ് മാസ് ഓഫ് എ സിംഗിൾ കോപ്പർ ന്യൂക്ലിയസ്. ശരിയല്ലേ? Z എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നറിയാമോ? നമ്പർ ഓഫ് പ്രോട്ടോൺസ്, അതായത് 29 അല്ലേ? 29 ആണ് Z. 29 ഇൻറ്റു എം പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസ് ഓഫ് പ്രോട്ടോൺ. അത് നമുക്ക് ക്വസ്റ്റ്യൻ തരുന്നതാണ്, നമ്മൾ ബൈ ഹാർട്ടാക്കാറില്ല. മാസ് ഓഫ് പ്രോട്ടോൺ ഈസ് 1.00783 ആറ്റോമിക് മാസ് യൂണിറ്റ്. കിലോഗ്രാം അല്ല, ആറ്റോമിക് മാസ് യൂണിറ്റ് തരും. ഇനി A മൈനസ് Z വേണം. A മൈനസ് Z എന്ന് പറഞ്ഞാൽ ഈ രണ്ട് നമ്പറിൻ്റെ ഡിഫറൻസ് ആണ്. ശരിയല്ലേ? 63 മൈനസ് 29 ചെയ്ത് കഴിഞ്ഞാൽ 34 കിട്ടും. M എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസ് ഓഫ് എ സിംഗിൾ ന്യൂട്രോൺ. അത് 1.00867 ആണ്. 1.00867 ആറ്റോമിക് മാസ് യൂണിറ്റ് മൈനസ് മാസ് ഓഫ് എ കോപ്പർ ന്യൂക്ലിയസ്. അത് തന്നിട്ടുണ്ട് 62 പോയിൻറ്റ് അല്ലേ? അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 62.9296 ദിസ് മച്ച് ആറ്റോമിക് മാസ് യൂണിറ്റ്. ഇത് സിംപ്ലിഫൈ ചെയ്യുക. സിംപ്ലിഫിക്കേഷൻ ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ചെയ്തു വരുമ്പോൾ 0.59225 ആറ്റോമിക് മാസ് യൂണിറ്റ് വരും. 1 ആറ്റോമിക് മാസ് യൂണിറ്റ് ഓർമ്മയുണ്ടല്ലോ? 1 ആറ്റോമിക് മാസ് യൂണിറ്റ് എത്ര മെഗാ ഇലക്ട്രോൺ വോൾട്ട് ആണെന്ന് ഓർമ്മയുണ്ടോ? നമ്മളത് പഠിച്ചിട്ടുണ്ടല്ലോ. 1 ആറ്റോമിക് മാസ് യൂണിറ്റ് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്താൽ 931.5 മെഗാ ഇലക്ട്രോൺ വോൾട്ടാണ്. അപ്പോൾ ഇവിടെ യുക്ക് പകരം 931.5 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ ഇത് 0.59225 ഇൻറ്റു 931.5 ശരിയല്ലേ? മെഗാ ഇലക്ട്രോൺ വോൾട്ട് കിട്ടും. ഇത്രയും ക്ലിയർ ആയോ? ഇത് ചെയ്തു വരുമ്പോൾ കിട്ടുന്ന വാല്യൂ ഇവിടെ എഴുതാം. 551.68 മെഗാ ഇലക്ട്രോൺ വോൾട്ട് കിട്ടും. ഇതൊരു സിംഗിൾ കോപ്പർ ആറ്റത്തിൻ്റെ ബൈൻഡിങ് എനർജിയാണ്.
അതായത് ഒരു സിംഗിൾ കോപ്പർ ന്യൂക്ലിയസിൽ നിന്ന് ന്യൂക്ലിയോൺസിനെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ട എനർജിയാണിത്. ഇതേപോലെ എത്ര കോപ്പർ ന്യൂക്ലിയസ് ഉണ്ട് ആ കോയിനുള്ളിൽ? 3 ഗ്രാം ആണ് മാസ് അല്ലേ? നമ്പർ ഓഫ് ആറ്റംസ് അല്ലെങ്കിൽ നമ്പർ ഓഫ് ന്യൂക്ലിയസ് കാണാനായിട്ട് ഒരു ഫോർമുല പഠിച്ചിട്ടില്ലേ കെമിസ്ട്രിയിൽ? നമ്പർ ഓഫ് ആറ്റംസ് അല്ലെങ്കിൽ നമ്പർ ഓഫ് ന്യൂക്ലിയസ്. ഒരാറ്റത്തിൽ ഒരു ന്യൂക്ലിയസ് അല്ലേ ഉള്ളൂ. കാണാനായിട്ട് ഒരു ഫോർമുല പഠിച്ചിട്ടുണ്ടല്ലോ. ദ ഗിവൺ മാസ് ഇൻ ഗ്രാം ഡിവൈഡഡ് ബൈ ആറ്റോമിക് മാസ് ഇൻറ്റു അവോഗാഡ്രോ നമ്പർ. ഇങ്ങനൊരു ഫോർമുല പഠിച്ചിട്ടുണ്ട്. 6.023 × 10⁻23 ആണ് അവോഗാഡ്രോ നമ്പർ. അപ്പോൾ നമുക്ക് കോപ്പറോ അയണോ എന്തെങ്കിലും ആയിക്കോട്ടെ, കുറച്ച് ഗ്രാമിന് അത് അതിൻ്റെ മാസ് തരും. എന്നിട്ട് അതിനകത്ത് എത്ര ആറ്റംസ് ഉണ്ട് അല്ലെങ്കിൽ അതിനകത്ത് എത്ര ന്യൂക്ലിയസ് ഉണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഫോർമുല ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. മാസ് ഇൻ ഗ്രാം ദ ഗിവൺ, മനസ്സിലായല്ലോ? അത് എത്ര മാസാണ്, ഡിവൈഡ് ബൈ ആറ്റോമിക് മാസ് ഇൻറ്റു 6.023 × 10⁻23. മാസ് എത്രയാണ്? 3 ഗ്രാം എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്? 3 ഗ്രാം ആണ് മാസ്. ശരിയാണോ അല്ലേ? 3 ഗ്രാം ആണ് മാസ് വന്നിരിക്കുന്നത്. അപ്പോൾ മാസ് ഇൻ ഗ്രാം എന്ന് പറയുമ്പോൾ 3 വരും. ആറ്റോമിക് മാസ് അത് 63, അതറിയാമല്ലോ നമുക്ക്, 63 ആണ്. ഇൻറ്റു അവോഗാഡ്രോ നമ്പർ 6.023 × 10⁻23. അപ്പോൾ ആ കോയിനുള്ളിൽ ഇത്രയും ന്യൂക്ലിയസ് ഉണ്ട് അഥവാ ഇത്രയും ആറ്റംസ് ഉണ്ട്. ഇത് ചെയ്തു വരുമ്പോൾ 2.868 × 10⁻22. അപ്പോൾ ടോട്ടൽ എനർജി റിക്വയർഡ് ടു സെപ്പറേറ്റ് ഓൾ ദ ന്യൂക്ലിയോൺസ് ഫ്രം 3 ഗ്രാം കോയിൻ. ടോട്ടൽ എനർജി എന്ന് പറയുമ്പോൾ എന്ത് വരും? ഒരു സിംഗിൾ ന്യൂക്ലിയസിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യണമെങ്കിൽ ഇത്രയും എനർജി വേണം. അതേപോലത്തെ ഇത്രയും ന്യൂക്ലിയസുകളാണുള്ളത്. ഇത് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ? 2.868 × 10⁻22 × 551.68 മെഗാ ഇലക്ട്രോൺ വോൾട്ട്. അപ്പോൾ എല്ലാ ന്യൂക്ലിയസിൽ നിന്നും ന്യൂക്ലിയോൺസിനെ സെപ്പറേറ്റ് ചെയ്യണമെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് ന്യൂക്ലിയസ് ഇൻറ്റു എനർജി റിക്വയർഡ് ടു സെപ്പറേറ്റ് ദ ന്യൂക്ലിയോൺസ് ഫ്രം സിംഗിൾ ന്യൂക്ലിയസ്. ചെയ്തു വരുമ്പോൾ കാൽക്കുലേഷൻ പറയില്ല, ചെയ്തു വരുമ്പോൾ 1.58 × 10⁻25 മെഗാ ഇലക്ട്രോൺ വോൾട്ടാണ് ആൻസർ.